നമസ്തേ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 17ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സിറമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഹെയർ സിറമാണ്. ഈ ഹെയർ സിറം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ റാപ്പിഡായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മളെ മുടി വളർത്താൻ വേണ്ടി പറ്റും. നമ്മളെ മുടി പെട്ടെന്ന് തന്നെ വളർന്ന് നമ്മളെ മുടി പൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഇത് പറ്റും. ഇതൊരു 100% സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ ഈ ഹെയർ സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് ഒരു കുഞ്ഞ് പീസ് ഫ്രഷ് ആലോവേര ലീഫ്. അതിൻ്റെ അകത്തുള്ള ജെല്ല് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആലോവേരനെ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു 1 അല്ലെങ്കിൽ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ സ്കാൽപ്പിൽ ഇത് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മളെ ഹെയർ സിറം നമ്മൾ സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസായി നമ്മൾ റാപ്പിഡായിട്ട് നമ്മളെ മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ഹെയർ സിറം വേണമെങ്കിൽ രാത്രി തേച്ചിട്ട് രാവിലെ നമ്മൾ മുടി നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തേച്ചിട്ട് ഒരു 1 അല്ലെങ്കിൽ 2 മണിക്കൂർ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ മുടി നിങ്ങൾ നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി. പിന്നെ നമ്മൾ ഈ ഹെയർ സിറത്തിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് കറ്റാർ വാഴ. ഈ കറ്റാർ വാഴ നമ്മളെ സ്കാൽപ്പിൽ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നമ്മളെ മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടി വീഴ്ചൽ നിർത്താനും തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് കാസ്റ്റർ ഓയിൽ. ഇത് നമ്മൾ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്ത് നമ്മളെ മുടി റാപ്പിഡായിട്ട് വളരാനും നമ്മളെ മുടി വീഴ്ചൽ നിർത്താനും നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് വൈറ്റമിൻ ഇ. ഇത് നമ്മൾ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നറിഷ് ചെയ്ത് മുടി പെട്ടെന്ന് തന്നെ വളർത്താനും മുടി വീഴ്ചൽ നിർത്താനും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഗായ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.